Dear students, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന് മുന്നേ കുറേ കാര്യങ്ങൾ അറിയണം. അതിൽ ആദ്യത്തേത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ ഓരോ ക്വാഡ്രന്റിലും എങ്ങനെയാണ് എന്നുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ കൊസീക്കും പോസിറ്റീവ് ആണ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. തേർഡിൽ ടാൻ പോസിറ്റീവ്, സോ കോട്ട് ഈസ് ഓൾസോ പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ആൻഡ് ഫോർത്തിൽ കോസ് പോസിറ്റീവ്, അതുകൊണ്ട് സീക്കും പോസിറ്റീവ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ്. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന റിഡക്ഷൻ ഫോർമുലാസ് ആണ് നമുക്കിവിടെ ആവശ്യം വരിക. അപ്പോൾ റിഡക്ഷൻ ഫോർമുലയുടെ ഒരു ചുരുക്കം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എഴുതാൻ പോകുന്ന റിഡക്ഷൻ ഫോർമുലാസ് പലപ്പോഴും ഈ പാറ്റേണിലായിരിക്കും. സൈൻ n ഇൻറ്റു പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് എക്സ്. ഇവിടെ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. നോക്കുക, ഇതിന്റെ ആൻസർ സൈൻ ഓഫ് n ഇൻറ്റു പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് എക്സിന്റെ ആൻസർ ചിലപ്പോൾ പ്ലസ് സൈൻ എക്സ് ആവും, അല്ലെങ്കിൽ മൈനസ് സൈൻ എക്സ്, അതും അല്ലെങ്കിൽ പ്ലസ് കോസ് എക്സ് അല്ലെങ്കിൽ മൈനസ് കോസ് എക്സ്. അത് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സൈൻ n ഇൻറ്റു പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് എക്സിന്റെ ആൻസറിൽ സൈൻ എക്സ് എന്നുള്ള ടേം വരുന്നത് n ഈവൺ നമ്പർ ആവുമ്പോഴാണ്. അതായത് പൈ ബൈ 2ന്റെ ഈവൺ മൾട്ടിപ്പിൾ ആവുമ്പോൾ ആൻസറിൽ സൈൻ എക്സ് വരും. പൈ ബൈ 2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസറിൽ കോസ് എക്സ് വരും. പിന്നെ അതിൽ പ്ലസ് വേണോ മൈനസ് വേണോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ഈ ക്വാഡ്രന്റ്, ഈ ആംഗിൾ കിടക്കുന്നത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കുക. ആ ക്വാഡ്രന്റില് സൈനിന്റെ ചിഹ്നം എന്താണെന്ന് നോക്കുക. അതായിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ട ചിഹ്നം. ഈ ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കുക. ആ ക്വാഡ്രന്റില് സൈനിന്റെ ചിഹ്നം, സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. അതിനനുസരിച്ചാണ് നമ്മളിവിടെ പ്ലസും മൈനസും ഏതാ മേടിച്ച കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് കോസിന്റെ റിസൾട്ട്. കോസ് n ഇൻറ്റു പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് എക്സ്. ആൻസറിൽ കോസ് എക്സ് വരും n ഈവൺ നമ്പർ ആണെങ്കിൽ. ആൻസറിൽ സൈൻ എക്സ് വരും n ഓഡ് നമ്പർ ആണെങ്കിൽ. അതുപോലെ പ്ലസും മൈനസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇത് ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കുക, അവിടെ കോസിന്റെ ചിഹ്നം എന്താണെന്ന് നോക്കുക. ആ ചിഹ്നമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിഡക്ഷൻ ഫോർമുലയും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ചില റിസൾട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കുക, ആദ്യം സൈൻ പൈ മൈനസ് തീറ്റ. പൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പൈ ബൈ 2 ആണ്. അതായത് പൈ ഈസ് ആൻ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. അപ്പോ ഇവിടെ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആയതുകൊണ്ട് തന്നെ സൈനിന്റെ റിസൾട്ടില് സൈൻ തീറ്റ വരും. ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്നാണ്. അതിനെന്താ നോക്കേണ്ടത്? ഈ പൈ മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കാം. പൈ മീൻസ് 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് 180 മൈനസ് തീറ്റ. ദ ആംഗിൾ ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈനിന്റെ ചിഹ്നം, സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ ആൻസർ പ്ലസ് സൈൻ തീറ്റയാണ്. ഇനി അടുത്തത് ഇത് നോക്കാം. സൈൻ 2π പ്ലസ് തീറ്റ. അഗൈൻ 2π എന്ന് പറഞ്ഞാൽ 4 ടൈംസ് പൈ ബൈ 2 ആണ്. അതായത് പൈ ബൈ 2ന്റെ ഈവൺ മൾട്ടിപ്പിൾ ആണ് ഇവിടെ. അപ്പൊ ആൻസറിൽ വരുന്നത് സൈൻ തീറ്റയാണ്. ഇനി ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് അറിയണം. 2π പ്ലസ് തീറ്റ. 2π മീൻസ് ഇവിടെ നിന്ന് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. പ്ലസ് തീറ്റ മീൻസ് ദ ആംഗിൾ ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ സൈനിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് പ്ലസ് സൈൻ തീറ്റ. ഇനി അടുത്ത് നമുക്ക് കോസിന്റെ നോക്കാം. കോസ് പൈ പ്ലസ് തീറ്റ. പൈ അഗൈൻ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണ്. അതുകൊണ്ട് കോസിന്റെ റിസൾട്ടിലെ ആൻസർ കോസ് തന്നെ വരും. ഇവിടെ ഏതാണോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആൻസറിൽ വരും. എപ്പോ? when n is even. അപ്പൊ അതുപോലെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് അറിയണം. നോക്കുക, പൈ പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റില? പൈ പ്ലസ് തീറ്റ. ഇറ്റ് ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റില് കോസിന്റെ ചിഹ്നം. തേർഡ് ക്വാഡ്രന്റിൽ ടാന പോസിറ്റീവ്, അപ്പൊ കോസ് എന്താ? മൈനസ് ആണ്. സോ ദ ആൻസർ ഈസ് മൈനസ് കോസ് തീറ്റ. ഇനി ഇത് നോക്കാം. സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ. പൈ ബൈ 2 മീൻസ് 1 ഇൻറ്റു പൈ ബൈ 2 എന്നാണ്. ഓർ ഇറ്റ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 അല്ലെ. അപ്പൊ സൈനിന്റെ ആൻസറിന് ആര് വരും? കോസ് വരും. സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ് എന്ന് പറയാം. കോസിന്റെ കോ ഫംഗ്ഷൻ ആണ് സൈൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇവിടെ മൈനസ് വേണമെന്ന് അറിയണം.
pi by 2 plus theta. ഇതാണ് pi by 2 plus theta means the angle is in the second quadrant. Second quadrant സൈനിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആൻസർ പ്ലസ് ആണ്. നമ്മൾ സൈനിന്റെ ചിഹ്നമാണ് നോക്കേണ്ടത്, കോസിന്റെ ചിഹ്നമല്ല. ഇനി അടുത്തത് cos 3 pi by 2 minus theta. 3 into pi by 2. 3 odd number അല്ലേ, so odd multiple of pi by 2 ആയതുകൊണ്ട് കോസിന്റെ റിസൾട്ടിൽ ആര് വരും? സൈൻ വരും. കോസ് തന്നെ വരുന്നത് എപ്പോഴാണ്? ഈവൺ മൾട്ടിപ്പിൾ ആവുമ്പോഴാണ്. സൈൻ വരുന്നത് ഓഡ് മൾട്ടിപ്പിൾ ആവുമ്പോഴാണ്. ഓക്കെ, ഇനി നമുക്ക് ചിഹ്നം അറിയണം. അപ്പൊ 3 pi by 2 മൈനസ് തീറ്റ, 1 pi by 2, 2 pi by 2, 3 pi by 2. മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് കുറവ്. സോ ദ ആംഗിൾ ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ കോസിന്റെ ചിഹ്നം എന്താണ്? മൈനസ്. സോ ദ ആൻസർ ഈസ് മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിഡക്ഷൻ ഫോർമുലയും ഇത് ബേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ? ഇനി നമ്മൾ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിലേക്ക് കടക്കുകയാണ്. ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷൻ രണ്ട് തരത്തിൽ നമ്മൾ പറയും. പ്രിൻസിപ്പൽ സൊല്യൂഷനും ഉണ്ട്, ജനറൽ സൊല്യൂഷനും ഉണ്ട്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കാണെങ്കിൽ, ഇൻക്ലൂഡിങ് 0 ആണെങ്കിൽ അവയെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുക. ഇനി നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ റിപ്പീറ്റേഷൻ ഉള്ളതാണ്. അതായത് ഓരോ 2π വീതവും സെയിം വാല്യൂസ് ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ആക്ച്വലി ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷൻസിനെ എല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് എഴുതിയാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അപ്പൊ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഇക്വേഷൻസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. sin x equal to 0 ആണെങ്കിൽ x equal to n pi, n belongs to z. അതായത് എക്സിന്റെ വാല്യൂ ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ ആവുമ്പോൾ അങ്ങനെയുള്ള വാല്യൂസിലെല്ലാം സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു 0. അതുപോലെ cos x equal to 0 implies x equal to 2n plus 1 pi by 2, n belongs to z. ഇതിന്റെ അർത്ഥം എന്താണ്? 2n plus 1 is a representation for odd number. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2ലെല്ലാം cos x ന്റെ വാല്യൂ 0 ആയിരിക്കും. tan x equal to 0 implies x equal to n pi. അതെന്തുകൊണ്ടാ? sin x ന്റെ പോലെയാണ് tan x വരിക. because tan x is sin x by cos x. അപ്പൊ sin x എവിടെയൊക്കെ 0 ആണോ അവിടെയൊക്കെ tan x 0 ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം ഒരേപോലെയാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന മൂന്ന് ഫോർമുലാസ് ഇതാണ്. sin x equal to sin alpha implies x equal to n pi plus minus 1 raised to n alpha. Cos x equal to cos alpha implies x equal to 2n pi plus or minus alpha. Tan x equal to tan alpha implies x equal to n pi plus alpha or n belongs to z. ഇതിന്റെയൊക്കെ പ്രൂഫ് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ കണ്ടതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പ്രൂഫിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്. sin x equal to sin alpha എന്നുള്ളതിനെ sin x minus sin alpha equal to 0 എന്ന് എഴുതാം. അവിടെ sin a minus sin b എന്നുള്ള ഫോം ഉണ്ട്. ആ ഫോമിന്റെ ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക, ഓരോ ഫാക്ടർ ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഈ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ സെക്ഷന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻസ് ഓഫ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. നമുക്ക് ആദ്യത്തെ എടുക്കാം, tan x equal to minus 1 by root 3. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് tan x ന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഏതൊക്കെ ക്വാഡ്രന്റിൽ വരുന്നു നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് tan നെഗറ്റീവ് വരിക നോക്കിയാൽ മതി. -1 by root 3. അപ്പൊ tan നെഗറ്റീവ് വരുന്ന ക്വാഡ്രന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും, മറ്റേത് എവിടെയാ വരിക? ഫോർത്ത് ക്വാഡ്രന്റിലും വരും. ഈ രണ്ട് ക്വാഡ്രന്റ്സിലാണ് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിടക്കുക. ഇത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഫസ്റ്റിലും ഫോർത്തിലുമുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കാണണം. അപ്പൊ അതിന് നമുക്ക് tan x equal to -1 by root 3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ -1 by root 3നെ tan ഓഫ് ഒരു ആംഗിൾ എന്നുള്ള ഫോമിൽ എഴുതണം. അതിന് ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ മൈനസ് അവിടെ നിർത്താം. 1 by root 3 വരുന്ന tan ആംഗിൾ നമുക്കറിയാം. എത്രയത്? pi by 6 ആണ്. So we can write 1 by root 3 as tan pi by 6. ഇനി നമുക്ക് ഈ മൈനസ് അവിടുന്ന് പോകണം അല്ലെ? മൈനസ് അവിടുന്ന് പോകണമെങ്കിൽ നോക്കുക, നമുക്ക് അതിനെ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് tan pi minus
π/6. നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചാലോചിക്കാം. ഈ tan -1/√3 തന്നെയാണോ കിട്ടുന്നതെന്ന് നേരത്തെ പറഞ്ഞ റിഡക്ഷൻ ഫോർമുലയുടെ ഫോമിൽ ആലോചിക്കാം. സൈനിന്റെ കോസിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അതേ പാറ്റേണിൽ നമുക്ക് ബാക്കി എല്ലാത്തിന്റെയും എടുക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, E1 മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. അതുകൊണ്ട് tan ഓഫ് ഈ ആംഗിളിന്റെ റിസൾട്ട് tan π/6 തന്നെ വരും. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ π/6 ആണ് അല്ലെ. ഇനി നോക്കൂ, π - π/6 എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് -tan π/6. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തിരിച്ചാലോചിച്ച് നോക്കാം. ഇനി π - π/6 എന്ന് പറയുന്നതിനെ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? 6π - π the whole divided by 6, that is tan 5π/6 എന്ന് കിട്ടും. അപ്പോൾ tan x equal to tan 5π/6 എന്ന് കിട്ടി, which implies x equal to 5π/6. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരുന്നത് ഇവിടെയാണ്, ഫോർത്തിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ എഴുതി പോവാം. tan x equal to -tan π/6 എന്നൊക്കെ നമ്മൾ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ ഈ ക്വാഡ്രന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് tan റിഡക്ഷൻ ഫോർമുലയില് tan ഓഫ് ഈ ഭാഗം tan എന്ന് വരണമെങ്കിൽ നമുക്കറിയാം E1 മൾട്ടിപ്പിൾ ഓഫ് π വരണം, E1 മൾട്ടിപ്പിൾ ഓഫ് π/2 വരണം. അപ്പൊ നമ്മൾ എപ്പോഴും E1 മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് π എടുത്താലും മതി. അപ്പൊ E1 മൾട്ടിപ്പിൾ ഓഫ് π/2 ആയിക്കോളും. അപ്പൊ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2π ആണ്. 2π നിന്ന് കുറച്ച് കുറച്ചാൽ പോലെ. സോ വി ക്യാൻ റൈറ്റ് -tan π/6 ആസ് 2π - π/6 എന്ന് എഴുതാം. തിരിച്ചു വേണമെങ്കിൽ ആലോചിക്കാം. tan E1 മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. അപ്പൊ tan x എന്നുള്ള ഫോർമുല tan π/6 വരും. 2π - π/6 lies in the fourth quadrant. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. ഇനി ഈ ആംഗിൾസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? tan 12π - π the whole divided by 6, that is tan 11π/6 എന്ന് കിട്ടും. tan x equal to tan 11π/6, which implies x equal to 11π/6. ഇതാണ് ഈ ഫോർത്ത് ക്വാഡ്രന്റിലെ ആംഗിൾ. അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എഴുതാം. Therefore, principal solutions are ഏതൊക്കെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്? 5π/6 and 11π/6. ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി, ജനറൽ സൊല്യൂഷൻ കാണാം. ജനറൽ സൊല്യൂഷൻ കാണാൻ ഒന്നുകിൽ x ഈക്വൽ ടു അല്ലെങ്കിൽ 5π/6 യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ x ഈക്വൽ ടു 11π/6 ഏതെങ്കിലും ഒരു എക്സിന്റെ വാല്യൂ എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ tan x നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാം തൽക്കാലം. അതേപോലെ ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. ഞാൻ തൽക്കാലം ഒന്ന് മാത്രം പറഞ്ഞു. സോ നൗ വി ഹാവ് ദ റിസൾട്ട് tan x ഈക്വൽ ടു tan 5π/6. ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കിടക്കുന്നത് എങ്ങനെയാ? tan x ഈക്വൽ ടു tan ആൽഫ എന്നുള്ള പോലെയാണ്. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ x? x ഈസ് n π plus alpha where n belongs to z. ഇതാണ് നമ്മൾ ഫോർമുലയിൽ പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആൽഫയായിട്ട് നമുക്ക് വരുന്നത് 5π/6 ആണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു n π plus 5π/6 where n belongs to z. ഈ 5π/6 പകരം 11π/6 കൊടുത്തിട്ട് എഴുതിയാലും ശരിയാണ്. ഇതിൽ രണ്ടും കൂടെ എഴുതണ്ട, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ജനറൽ സൊല്യൂഷൻ എഴുതിയാൽ മതി. ഇതിലിപ്പോ എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്താൽ n = 1, n = 2 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വാല്യൂ ഇതിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് അവർ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യം sin x ഈക്വൽ ടു -√3/2. നമുക്ക് ഈ -√3/2നെ മൈനസ് ആണ് വയ്ക്കാം. √3/2നെ സൈൻ ഓഫ് എന്താണെന്ന് എഴുതാം? സൈൻ 60 ആണ്. 60 മീൻസ് അതിന്റെ റേഡിയൻ മെഷറിൽ നമുക്ക് 5/3 എന്ന് എഴുതാം. ഇനി ഈ മൈനസ് സൈൻ 5/3യുടെ ഈ മൈനസും കൂടെ പോയാലേ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ഒരു ആംഗിൾ എന്നുള്ള ഫോമിൽ കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് എക്സ് ഈക്വൽ ടു എഴുതാൻ പറ്റുള്ളൂ. ഇനി നോക്കാം, ഈ മൈനസ് സൈൻ 5/3നെ നമുക്ക് എങ്ങനെ എഴുതാം? അതിന് മുമ്പ് -√3/2 ആണ് സൈൻ എക്സ്. അപ്പോ സൈൻ എക്സ് നെഗറ്റീവ് വരുന്ന ക്വാഡ്രൻസിലാണ് നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടുക. എവിടെയൊക്കെയാ കിട്ടുക ആലോചിക്കാം. ഇവിടെ വരില്ല, ഇതിൽ സൈൻ പോസിറ്റീവ് ആണ്, അപ്പോൾ സെക്കൻഡിലും വരില്ല. പിന്നെ എവിടേക്ക് ആൻസർ വരിക? തേർഡിലും ഫോർത്തിലും ആണ് നമ്മുടെ
പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിടക്കുന്നത്, തേർഡിലും ഫോർത്തിലും. ഇനി നോക്കാം, മൈനസ് സൈൻ പൈ ബൈ 3 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ തേർഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? സൈൻ പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതിയാൽ മതി. പൈ മീൻസ് ഇവിടെ ഫുള്ളായി, പ്ലസ് പൈ ബൈ 3 മീൻസ് ദ ആംഗിൾ ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സൈൻ പൈ പ്ലസ് പൈ ബൈ 3. ഇനി ഈ പൈ പ്ലസ് പൈ ബൈ 3 ചേർത്ത് എഴുതിയാൽ എന്താ കിട്ടുക? 3 പൈ പ്ലസ് പൈ, ദാറ്റ് ഈസ് സൈൻ 4 പൈ ബൈ 3 എന്ന് കിട്ടും. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 4 പൈ ബൈ 3 which implies x equal to 4 pi by 3 എന്ന് കിട്ടും. ഇനി അടുത്ത പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്ക് കാണാം. sin x equal to minus sin pi by 3 വരെ ഇവിടുത്തെ അതേ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് അതിനെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? sin 2 pi minus pi by 3. 2 pi means ഒരു ഫുൾ റൊട്ടേഷൻ, അതിൽ നിന്ന് കുറച്ച്. സോ the angle is in the fourth quadrant. അല്ലേ? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താലോ? sin 6 pi minus pi, that is sin 5 pi by 3. അപ്പോൾ sin x equal to sin 5 pi by 3 എന്ന് കിട്ടി, which implies x equal to 5 pi by 3. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആയി. ഇതാണ് മറ്റേതാണ്. Therefore the principal solutions are ഏതൊക്കെയാണ്? 4 pi by 3 and 5 pi by 3. ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. Now next is നമുക്ക് എന്ത് ചെയ്യണം? ജനറൽ സൊല്യൂഷൻ കൂടെ എഴുതണം. ജനറൽ സൊല്യൂഷൻ എഴുതാൻ ഒന്നുകിൽ x equal to 4 pi by 3 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 5 pi by 3 യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ നമുക്ക് അതിന്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. So what is the general solution? General solution is എന്താ അതിന്റെ ഫോർമുല? x equal to, ഇവിടെ നമ്മുടെ ഇക്വേഷന്റെ പാറ്റേൺ എന്താ? sin x equal to sin alpha എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. So x is n pi plus minus 1 raised to n alpha where n belongs to z. അതിവിടെ അപ്ലൈ ചെയ്താലോ? x equal to n pi plus minus 1 raised to n alpha. ആൽഫ ഒന്നുകിൽ 4 pi by 3 എടുക്കാം, അല്ലെങ്കിൽ 5 pi by 3 എടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ആൻസർ എഴുതാം where n belongs to z. This is the general solution. Okay. Now the third one is sec x equal to 2. അവിടെ ഒരു വ്യത്യാസമുണ്ട്. സൈനും കോസും അല്ല, സീക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സീക്ക് എക്സ് 2 ആണെങ്കിൽ നമുക്ക് ഇതിനെ കോസ് എക്സിന്റെ ഫോമിൽ എഴുതാം. സീക്ക് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് കോസ് എക്സ്. സോ വാട്ട് ഈസ് കോസ് എക്സ്? 1/2 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ക്യാൻ ബി റിട്ടൺ ആസ് കോസ് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180/3 ആണ്, അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് cos pi by 3. അവിടെ നിന്ന് തന്നെ x കിട്ടി. cos x equal to cos pi by 3. സോ x is equal to pi by 3 എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ആംഗിൾസ് എവിടെയാ വരിക? പോസിറ്റീവ് ആണ്, അല്ലേ? cos പോസിറ്റീവ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും പിന്നെ എവിടെയാ? ഈ ക്വാഡ്രന്റിലും, അല്ലേ? ഈ രണ്ട് ക്വാഡ്രന്റ്സിലാണ് ആൻസർ കിട്ടുക. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആൻസർ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫോർത്തിലെ ആൻസർ കണ്ടുപിടിക്കണം. സോ ലെറ്റ് us again start. Sec x equal to 2 implies cos x equal to cos pi by 3. That is also equal to cos 2 pi minus pi by 3. Pi by 3 ഇവിടെയാണ്. അതിനെ ഇതിലേക്ക് കട്ടണമെങ്കിൽ 2 pi minus pi by 3 എന്ന് എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? cos 6 pi minus pi, that is cos 5 pi by 3. അപ്പോൾ x എന്താണ്? x is equal to 5 pi by 3 എന്ന് കിട്ടി. So here the principal solutions are ഏതൊക്കെയാണ്? pi by 3 and 5 pi by 3. ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിലും മറ്റേത് എവിടെ? ഫോർത്ത് ക്വാഡ്രന്റിലും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതണം. ജനറൽ സൊല്യൂഷൻ ഈസ് x is equal to, ഇവിടെ ഏത് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ സീക്ക് ആയിരുന്നു, പക്ഷെ നമുക്ക് സീക്കിന്റെ ഇല്ല, പകരം കോസിന്റെ ഉള്ളൂ. So this is of the form cos x equal to cos alpha. അപ്പോൾ x equal to എന്താ എക്സ്പ്രഷൻ? 2n pi plus or minus alpha where n belongs to z. അതിവിടെ എന്ത് വരും? x is equal to 2n pi plus or minus ആൽഫയ്ക്ക് പകരം ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക where n belongs to z. This is the general solution. Okay. വേറൊരു ചോദ്യം ഇങ്ങനെയാണ്. solve sin 2x minus sin 4x plus sin 6x equal to 0. ഈ ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം.
അപ്പൊ ഇങ്ങനത്തെ ടേംസ് എല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ പ്രൂവ് ദാറ്റ് അല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സോൾവ് എന്നാണ്. LHS ഈക്വൽ ടു RHS ഒന്നുമല്ല തെളിയിക്കേണ്ടത്, നമുക്ക് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ മുമ്പത്തെ സെക്ഷനിലെ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ ചെയ്ത്, ഇങ്ങനെ 3 ടേംസ് വന്നാൽ നമുക്ക് 2 എണ്ണം ചേർക്കാനേ അറിയുള്ളൂ. ആ 2 എണ്ണം ചേർക്കുമ്പോൾ ചേർത്ത് കിട്ടുന്ന ആ എക്സ്പ്രഷനും ബാക്കി അവിടെ ഉള്ളതും തമ്മിൽ ഒരു കോമൺ ഫാക്ടർ വരണം. ഇങ്ങനെയല്ലേ നമ്മൾ ചേർത്തിരുന്നത്, അതേ പാറ്റേണിലാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, sin 2x മൈനസ് sin 4 നമ്മൾ ഇങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വിചാരിക്കാം. ഇത് sin x മൈനസ് sin y എന്നുള്ള ഫോർമുലയാണ്. അപ്പൊ ഇതിന്റെ ഫോർമുല നമുക്കറിയാം, 2 cos x plus y by 2 sin x minus y by 2 ആണ്. അതിൽ ആ x plus y by 2 2x plus 4x by 2 അതായത് 6x by 2 3x ആ കിട്ടുക. ഈ 6x ആണ് വരില്ല. ഇനി മൈനസ് എടുത്താലും 2x മൈനസ് 4x എടുത്താലും ഇങ്ങനെ ഒരു ആംഗിൾ അവിടെ കിട്ടില്ല. അപ്പൊ ഈ രീതിയിലല്ല നമ്മൾ ചേർക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഏത് ചേർക്കണം, sin 2xും sin 6xും എന്നിട്ട് മൈനസ് sin 4x ഈക്വൽ ടു 0 ഇങ്ങനെയാക്കിയിട്ട് എടുത്താൽ ശരിയാവോ നോക്കാം. അപ്പൊ നോക്കൂ, x plus y by 2 2x plus 6x by 2 അതായത് 8x by 2 4x വരും അല്ലെ. മാത്രല്ല 2 sin x plus y by 2 അപ്പൊ sin 4x തന്നെ അവിടെ കിട്ടും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ചേർക്കേണ്ട രീതി. മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ എങ്ങനെ ചെയ്തോ അതേപോലെ ഇവിടെ നോക്കണം. സോ ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി, this implies ഇത് ചേർക്കാം, 2 sin x plus y by 2 ന് പകരം 2x plus 6x by 2. അടുത്തത് cos x minus y by 2 എന്നാണ്, അതിന് പകരം 2x minus 6x by 2. ഇത് രണ്ടും തമ്മിൽ ചേർക്കാം, മൈനസ് sin 4x equal to 0. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ആംഗിൾസ് ഒന്ന് ചെറുതാക്കാം. 2 sin 4x cos എന്താ വരിക, 2x minus 6x minus 4x minus 4x by 2 is minus 2x minus sin 4x equal to 0 ആവും. നമുക്കറിയാം cos minus theta is equal to cos theta ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാം. അതിന്റെ കൂടെ ഈ ടേമിൽ sin 4x ഉണ്ട്, ഇവിടെയും sin 4x ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. അപ്പോ sin 4x ഇൻറ്റു അത് പുറത്തെടുത്താൽ പിന്നെ ഫസ്റ്റിലുള്ളത് 2ഉം cos minus 2x ന് പകരം ഞാൻ cos 2x എഴുതുന്നു. നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ഇതാണ്, cos minus x is equal to cos x മൈനസ് ഇതിൽ നിന്ന് അത് പുറത്തു വന്നു -1 equal to 0. ഇപ്പൊ ഇത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് 2 ഫാക്ടേഴ്സിന്റെ ഫോമിൽ ആയി. അപ്പോ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുന്ന ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ. എങ്ങനെയൊക്കെ സാധ്യമാണത്, sin 4x 0 ആവാം, അല്ലെങ്കിൽ 2 cos 2x -1 equal to 0 വരാം. ഇങ്ങനെ 2 തരത്തിലാണ് ഈ എക്സ്പ്രഷന്റെ വാല്യൂ 0 കിട്ടുന്നത്. ഇവിടെ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഈ സെക്ഷനിൽ നിന്ന് ഒരു ജനറൽ സൊല്യൂഷൻ ആൻസർ ആയിട്ട് വരും, ഈ സെക്ഷനിൽ നിന്നും ഒരു ജനറൽ സൊല്യൂഷൻ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് അതിന്റെ താഴെ അങ്ങ് എഴുതിയാൽ മതി. ഇനി ഈ ഇക്വേഷൻ നോക്കൂ, ഇത് sin 4x equal to 0 എന്ന് പറഞ്ഞാൽ sin x equal to 0 പോലെയാണ്. ഇതിന്റെ സൊല്യൂഷൻ നമുക്കറിയാം, എന്തേ വ്യത്യാസമുള്ളൂ, എക്സിന് പകരം ഇവിടെ 4x ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതാണെങ്കിൽ x equal to n pi എന്നാണ് നമ്മൾ എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം, 4x equal to n pi എന്ന് എഴുതാം. 4x equal to എന്നല്ല, നമ്മൾ ആൻസർ എപ്പോഴും x equal to എന്നാ പറയേണ്ടത് അല്ലെ. സോ വാട്ട് ഈസ് x? x equal to n pi by 4 where n belongs to 7. ഇതാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി അതേപോലെ ഇപ്പുറത്ത് വേറൊരു പാർട്ട് ഉണ്ട്, ഇതിൽ നിന്നും ഇതേപോലെ ഒരു എക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനെ നമുക്ക് cos 2x equal to 1 by 2 എന്ന് എഴുതാം. എങ്ങനെ, ആദ്യം 1 അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ 2 cos 2x equal to 1 ആയി. സോ cos 2x equal to 1 by 2 എന്ന് എഴുതാം. ഈ 1 by 2 നെ നമുക്ക് cos ഓഫ് ഒരു ആംഗിൾ ആക്കിക്കൂടെ? എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്, cos x equal to cos alpha എന്നുള്ള ഫോമിലാണ് നമുക്ക് ഫോർമുല ഉള്ളത്. അപ്പൊ ഈ 1 by 2 നെ cos ആൽഫയുടെ ഫോമിൽ എഴുതണം. അപ്പൊ എന്താ വരിക, cos 1 by 2 മീൻസ് cos 60 ആണ്. cos 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ pi by 3 ആണ് അല്ലെ. അപ്പൊ cos 2x equal to cos pi by 3 എന്ന് കിട്ടി. അത് cos x equal to cos alpha എന്നുള്ള ഫോമിലാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എക്സിന് പകരം ഇവിടെ ഉള്ളത് 2x ആണ്. അപ്പോ cos x equal to cos alpha ആണെങ്കിൽ നമ്മൾ x equal to എന്ന് എഴുതുന്ന പോലെ ഇവിടെ എന്ത് എഴുതണം, 2x equal to എന്ന് എഴുതണം, ബിക്കോസ് എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്. ആൻഡ് വാട്ട് ഈസ് 2x? cos x equal to cos alpha ആണെങ്കിൽ 2n pi plus or minus alpha എന്നാണ്. അപ്പോ
ആൽഫയ്ക്ക് പകരം ഇവിടുത്തെ π/3 കൊടുത്തു. where n belongs to set. ഇനി ഇവിടെയും 2x ഈക്വൽ ടു എന്നാ കിടക്കുന്നത്. നമ്മൾ സൊല്യൂഷൻ എപ്പോഴും വേരിയബിളിന്റെ സൊല്യൂഷൻ തന്നെ പറയുള്ളൂ. അപ്പൊ x ഈക്വൽ ടു ആക്കണം. അതിനെന്ത് ചെയ്യാം? ഇവിടുത്തെ ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദിസ് ഇംപ്ലൈസ് what is x? n pi 2n pi by 2 n pi plus or minus π/3/2 it becomes π/6 where n belongs to 6. ഇതും അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെയുള്ള ചോദ്യത്തിന് എപ്പോഴും ഇതുപോലെ 2 പാർട്ട് ആൻസർ ആയിട്ട് വരും. നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടു. ഓരോ പാർട്ടിന്റെ താഴെ അതാതിൽ നിന്ന് കിട്ടുന്ന ആൻസർ കണ്ടുപിടിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, വേറൊരു ചോദ്യം. സോൾവ് 2 cos square x plus 3 sin x equal to 0. നേരത്തെ ചോദ്യത്തിൽ നമുക്ക് ടേംസ് എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് ഫോർമുലകൾ അവിടെ തന്നെ കാണാമായിരുന്നു. ഇവിടെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചേർക്കാൻ പറ്റുന്ന ഒരു ഫോർമുല അല്ല ഇതുള്ളത്. കോസും ഉണ്ട് സൈനും ഉണ്ട്. ഇങ്ങനെ ഇവ തമ്മിൽ ചേർക്കാൻ നമ്മുടെ കയ്യിൽ ഫോർമുലയൊന്നുമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിപ്പോ സൈൻ എക്സിനെ കോസിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോസ് സ്ക്വയർ എക്സ് ആയതുകൊണ്ട് ഇവിടെ സൈനിന്റെ ടേം കൊണ്ടുവരാൻ എളുപ്പമാണ്. നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? cos square x equal to 1 minus sin square x. ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് 2 into 1 minus sin square x plus 3 sin x equal to 0 എന്ന് എഴുതാം. ഇപ്പൊ ഇതിൽ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനേ ഉള്ളൂ, സൈന് മാത്രമേ ഉള്ളൂ, sin x ഉള്ളൂ അല്ലെ. ഇനി നോക്കൂ, sin square x വരുന്ന ഒരു ടേം ഉണ്ട്, sin x വരുന്ന ടേം ഉണ്ട്, sin x ഇല്ലാത്തൊരു ടേമും വരും. So this is going to be in the form of a quadratic equation. അത് അങ്ങനെ ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ 2നെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? 2 മൈനസ് 2 sin square x plus 3 sin x equal to 0 എന്ന് എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ സ്ക്വയറിലെ ടേം അല്ലേ നമ്മൾ ആദ്യം എഴുതാം. സോ ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്യാം. മൈനസ് 2 sin square x ഈ ടേം ആദ്യം എഴുതി, പ്ലസ് 3 sin x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ എപ്പോഴും എളുപ്പം നമുക്ക് ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയാലാണ് കുറച്ചും കൂടെ നമുക്ക് സൗകര്യം. ഇന്നത്തെ ദിവസം ചെയ്താൽ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. എന്നാലും അപ്പൊ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആക്കണമെങ്കിൽ എല്ലാ ടേമിനെയും ഓരോ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? 2 sin square x മൈനസ് 3 sin x മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇത് നോക്കൂ, 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 2 ഈക്വൽ ടു 0 പോലെയാണ് ഇത്. എക്സ് സ്ക്വയർ എക്സ് എന്നൊക്കെ പറയുന്നിടത്ത് ഇവിടെ എന്താണ്? സൈൻ സ്ക്വയർ എക്സും സൈൻ എക്സും ആണ്. അപ്പൊ ഇത് സൈൻ എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിൽ നിന്നും സൈൻ എക്സ് കാണാം. എക്സ് ഈക്വൽ ടു എന്നല്ല, എന്താ എഴുതേണ്ടത്? സൈൻ എക്സ് ഈക്വൽ ടു എന്നാണ്. 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എഴുതും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആയതുകൊണ്ട് സൈൻ എക്സ് ഈക്വൽ ടു എഴുതണം. ഇനി നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്താ വരിക? മൈനസ് ബി ഈസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഈസ് 9 മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു 2 4 കിട്ടും. Now let us simplify this. അപ്പൊ എന്താ കിട്ടുക? 3 പ്ലസ് ഓർ മൈനസ്, നോക്കൂ 9, ഈ രണ്ട് മൈനസും ചേർന്ന് പ്ലസ് ആണ്. 4 ഇൻറ്റു 4 16. അപ്പൊ ഇത് 9 പ്ലസ് 16 ആണ്. 9 പ്ലസ് 16 ഈസ് 25 ആൻഡ് റൂട്ട് 25 ഈസ് 5 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇതിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് നമുക്ക് പ്ലസ് എടുക്കുമ്പോൾ 5 പ്ലസ് 3/4 that is 8/4 equal to 2. പിന്നെന്താ കിട്ടുക? 3 മൈനസ് 5/4 അതായത് മൈനസ് 2/4. മൈനസ് 2/4 എന്ന് പറഞ്ഞാൽ മൈനസ് 1/5. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് സൈൻ എക്സിന് കിട്ടുന്നത്. ഇനി അതില് നോക്കുക, സൈൻ എക്സിന്റെ റേഞ്ച് നമുക്കറിയാം. സൈൻ എക്സിന്റെ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ്. അതായത് സൈൻ എക്സിന്റെ വാല്യൂ 1ന് മേലെ ഒരിക്കലും പോവില്ല. ആ ഗ്രാഫൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. -1നും 1നും ഇടയ്ക്കാണെന്ന് നിൽക്കുക അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ? സൈൻ എക്സ് ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ അത് സംഭവിക്കുമോ? അത് സംഭവിക്കില്ല. സോ ഹിയർ സൈൻ എക്സ് ഈക്വൽ ടു 2 ഈസ് നോട്ട് പോസിബിൾ. ആ നോട്ട് പോസിബിൾ ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു. സൈൻ എക്സിന്റെ റേഞ്ച് മാക്സിമം വാല്യൂ സൈൻ എക്സിന് 1 എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 1ന് മേലെയുള്ള വാല്യൂ ഒരിക്കലും സൈൻ എക്സിന് കിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ പിന്നെ സൈൻ എക്സ് ഏതാണ്? -1/2 ആണ്. സോ ഇതിൽ നിന്നും നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ദാറ്റ് വിൽ ബി അവർ ആൻസർ.
ഇനി എങ്ങനെ സൊല്യൂഷൻ കാണുക? -1/2 അല്ലേ? 1/2 വരുന്ന സൈൻ വാല്യൂ ഏതാണ്? നമുക്കറിയാം 30 ഡിഗ്രി, ദാറ്റ് ഈസ് sin π/6 എഴുതാം. മൈനസ് അവിടെ നിർത്തി 1/2നെ sin π/6 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മൈനസ് സൈൻ മൈനസ് ആവുന്ന ക്വാഡ്രൻസ് ഏതൊക്കെയാണ്? എവിടേക്കാണ് ക്വാഡ്രന്റ്? ഏതൊക്കെ ക്വാഡ്രന്റിലാണ് സൈൻ മൈനസ് ആവുക? ഇറ്റ് ഈസ് തേർഡും ഫോർത്തും അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ തേർഡിലും ഫോർത്തിലും ആണ്. സോ ആദ്യം നമുക്ക് -sin π/6നെ എങ്ങനെ എഴുതാം? നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല. നമുക്ക് സോൾവ് എന്ന് പറയുമ്പോൾ ജനറൽ സൊല്യൂഷൻ മാത്രമേ എഴുതുള്ളൂ. അപ്പൊ ഈ രണ്ടും കാണണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. നമുക്ക് ഈ തേർഡ് ക്വാഡ്രന്റിലെ ആംഗിളിനെ എടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? sin π + π/6 എന്ന് എഴുതാം. π + 1/2 വരുന്ന ആംഗിൾ π/6. or simplifying നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 6π + π, that is 7π/6 എന്ന് കിട്ടി. sin x = sin 7π/6. അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും? x = sin x = sin alpha എന്നുള്ള ഫോർമുലയാണ്. സോ x = nπ + -1/n alpha where n belongs to z. ഇതാണ് നമ്മുടെ ഫോർമുല. Here applying this x = nπ + -1/n. നമുക്ക് ആൽഫയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 7π/6 where n belongs to. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് പാറ്റേൺ ക്വസ്റ്റ്യൻസും സോൾവ് എന്നുള്ള ഫോമിൽ വരാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അല്ല നേരത്തെ പോലെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉള്ള കേസസ് ആണെങ്കിൽ ആ ഫോർമുല ഉപയോഗിച്ച് ആൻസറിലേക്ക് വരാം. ഇത്രയാണ് ഈ സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.